നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസത്തെ പൂര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. അപ്പോൾ പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിൽ ബുധൻ സ്വക്ഷേത്ര ബലവാനാണ്, 3ാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്ര ബലവാനാണ്, ശുഭമധ്യസ്ഥിതിയാണ്. അത് കാരണം കൊണ്ട് തന്നെ നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലുള്ള അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. പക്ഷേ 12ാം വ്യാഴാണ്, കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ കാര്യങ്ങളുണ്ട്. കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട്, കർമാധിപതി സഹായ സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ലാഭസ്ഥാനത്താണ് ഭാഗ്യാധിപതി നിൽക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഭാഗ്യം അനുഭവിക്കാനും ലാഭവും നേട്ടം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു മാസമാണ്. എന്നാൽ 7ാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരും, അതിനുശേഷമാണ് അനുകൂലാവസ്ഥ ഉണ്ടാകുക. നല്ല സഹായങ്ങൾ എവിടെ ചെന്നാലും കിട്ടാൻ യോഗമുണ്ട്, നല്ല സുഹൃദ്ഗുണം അനുഭവിക്കാൻ യോഗമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലഗ്നത്തിൻ്റെ 7ാം ഭാവാധിപതി അഷ്ടമത്തിൽ പോയത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായ ഗുണം പറഞ്ഞുകൂടാ. ഒന്നെങ്കിൽ മാനസികമായിട്ട് രണ്ടുപേരും തമ്മിൽ അകൽച്ച ഉണ്ടാകുക, അല്ലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളോ രോഗാവസ്ഥ കൊണ്ടോ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ യോഗമാണ്. അതുപോലെ നടുവേദനയോ അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അപ്പോൾ ഇവിടെ 4ാം ഭാവാധിപതി 11 സർവാഭിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യാധിപത്യം വഹിച്ച് നല്ലതാണെങ്കിലും ബാധകാധിപത്യം വഹിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ കൂടി ഉള്ളതുകൊണ്ട് കുടുംബക്ഷേത്രത്തിൻ്റെതായിരിക്കുന്ന കുറച്ച് ദോഷങ്ങളുണ്ട്. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ വാർഷികമായി ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ മുടക്കം വന്നെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാട്, പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം. അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം. ദൈവാധീനം കുറവാണ്, 12ാം വ്യാഴാണ്. അപ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദോഷമില്ലാതെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. പക്ഷേ ലഗ്നത്തിൽ സൂര്യനാണ്, കുറച്ച് എടുത്തിയേട്ടം കൂടും, പെട്ടെന്ന് ചൂടാകുന്ന ഒരു സ്വഭാവം ഉണ്ടാകുക. അതേപോലെ തന്നെ സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ഘടനകാരകനായിരിക്കുന്ന കേതു ലഗ്നത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ മാത്രമല്ല പരാജയ ശിരോരുക്ക് എന്ന് പറയുന്നൊരു യോഗമാണ്. പരാജയ ഭീതി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യുന്നതും നാഗപൂജ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. കാരണം അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ഇടയ്ക്കിടയ്ക്ക് രോഗാവസ്ഥ ഉണ്ടാക്കും. പ്രത്യേകിച്ചും അടിവയറ് സംബന്ധമായിട്ടും നടുവിനുള്ള രോഗങ്ങൾ, വാതാത്മികമായ രോഗങ്ങൾ വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഒരു അസുഖം വന്നു, അതങ്ങോട്ട് മാറി സ്വസ്ഥമായി എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത അസുഖം വരും. എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായി, മാനസിക പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് അടുത്ത മാനസികമായിട്ടുള്ള ടെൻഷൻ വരും. അപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുക, ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുക എന്ന് പറയുന്ന യോഗമാണ് ഈ ജാതകപ്രകാരം ദോഷമായിട്ട് കാണുന്നത് ഈ സമയത്ത്. അപ്പോൾ അത് കാരണം കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിലുള്ള നീരാഞ്ജനം വഴിപാട് മുടങ്ങാതെ ചെയ്യാം. നല്ല രീതിയിൽ പ്രാർത്ഥന ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂലമായ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.